ഹായ്, പുതിയൊരു സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് തങ്ക ലൈഫ് റിവ്യൂലോട്ടാണ്. ഡയറക്ടർ റൈറ്റർ ദ ലെജൻഡറി ഡയറക്ടറായ മണിരത്നം. മണിരത്നത്തിൻ്റെ ഒരു പടത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഏതൊരു ആക്ടർക്കും ഒരു ആഗ്രഹമായിരിക്കും പുള്ളിയുടെ ഒരു പടത്തിൽ പോയി ഒന്ന് അഭിനയിക്കുക എന്നുള്ളത്. അതൊരു എല്ലാവരുടെയും ഡ്രീം ആയിരിക്കും. ഒരു പഴയ രാജമൗലിയായിട്ടാണ് എല്ലാവരും പഴയ നമുക്ക് പുള്ളിക്കാരൻ്റെ സിനിമകൾ കാണുമ്പോൾ അറിയാം. അതിനകത്ത് ആ ഫ്രെയിം എല്ലാം ഓരോരുത്തരുടെ ആക്ടിങ് ഇതെല്ലാം നിങ്ങളെല്ലാം കണ്ടു കാണും. മണിരത്നത്തിൻ്റെ പഴയ സിനിമകളാണ് ഞാൻ കാണാറുണ്ട്. എനിക്ക് ഫ്രെയിം ഭയങ്കര അവസാനം ഇറങ്ങിയ PS1 PS2 ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഫ്രെയിമൊക്കെ കിടിലായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പടം നല്ലൊരു സ്റ്റോറി പ്രതീക്ഷിച്ചാണ് പടം കാണാൻ പോയത്. പക്ഷേ എന്തിൻ്റെ കേടാണെന്ന് എനിക്കിപ്പോൾ തോന്നി. മണിരത്നം പടത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ തുടക്കം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും കാണിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു ഫ്ലാഷ് ബാക്ക്. ആ ഫ്ലാഷ് ബാക്കിനകത്തൂടെ ഒരു ഇമോഷൻ കണക്ട് ആക്കിയിട്ട് ക്ലൈമാക്സിന് തൊട്ട് മുന്നേ കൊണ്ടുവന്നിട്ട് ആ ക്ലൈമാക്സ് ട്വിസ്റ്റ് പൊളിക്കുകയും അതോടെ ചാവുകയും ചെയ്യുന്നു. ഇതാണ് പുള്ളിയുടെ ഒരു സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇതിനകത്തും ആ ഒരു സെയിം പണി തന്നെയാണ് കാണിച്ചു വെച്ചേക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഫ്രെയിമൊക്കെ കിടിലാക്കി വെച്ചിട്ടുണ്ട്. ചില വൈഡ് ഫ്രെയിമൊക്കെ കണ്ടിട്ടുണ്ട്, നല്ല കിടിലൻ ഫ്രെയിമൊക്കെ ഉണ്ട്. പക്ഷേ കാര്യമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഇങ്ങനെയൊക്കെ ഉള്ള ഫ്രെയിം കാണിക്കുന്നുണ്ട്. മുഖത്തിൻ്റെ ഒരു മീഡിയം ഷോട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു വെച്ചേക്കുന്നത്. സ്റ്റാറിംഗ് എന്ന് പറഞ്ഞാൽ കമൽഹാസൻ. നിങ്ങൾ കമൽഹാസന് സിംബു ഒക്കെ ഉണ്ട്, കൃഷിയൊക്കെ ഉണ്ട്. ഈ കമൽഹാസൻ എന്ന് പറയുമ്പം ഇന്ത്യൻ ടൂവിനകത്തെ തൈലം തൂറി താത്ത ഉണ്ടല്ലോ, തൈലം തൂറി താത്തയ്ക്ക് ശേഷം വന്ന ഒരു സിനിമയാണ് ഇത് തങ്ങ് ലൈഫ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു തൈലം തൂറി താത്തയുടെ ഒരു രണ്ടാമത്തെ വരവായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം ഒരു ഫസ്റ്റ് ഹാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു രീതിയിലും എൻഗേജ് ആവാത്ത ഒരു ഫസ്റ്റ് ഹാഫ്, ഒന്നിനും കൊള്ളാത്ത ഒരു സെക്കൻഡ് ഹാഫ്. ഇത്രയാണ് എനിക്ക് ഈ പടത്തിനെ പറ്റി ഒറ്റ ബാക്കി പറയാനുള്ളത്. ഒരു രീതി പോലും, ഒരു സീനിൽ പോലും ഞാൻ ഇതായിട്ട് എൻഗേജഡ് ആയിട്ട് കണ്ടിട്ടില്ല. മണിരത്നം സാർ എന്നാണ് സാർ പടച്ചു വിട്ടേക്കുന്നത്? എന്നാ പടം സാർ ഇത് പടച്ചു വിട്ടേക്കുക എന്ന് വെച്ചാൽ ഈ ഇപ്പം പെൻഷൻ പദ്ധതി പെൻഷനൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞവർക്ക്. മണിരത്നം സാർ അത് ആ പെൻഷൻ മേടിച്ച് തൈലത്തിനൊക്കെ ഇടാനുള്ള പെൻഷൻ കിട്ടാറുണ്ട്. അത് മേടിച്ച് വീട്ടിലങ്ങനെ ഇരുന്നാൽ പോരെ സാർ? എന്താ സാർ പണി വെച്ച് എന്താണ് പടച്ചു വിട്ടേക്കുന്നത് സാർ? പിന്നെ കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ തമിഴ് സിനിമ ഉണ്ടാവുന്നിടം തൊട്ടുള്ള കഥ, തമിഴ് സിനിമ മാത്രമല്ല ലോക സിനിമയിൽ തന്നെ തുടങ്ങിയ ഒരു കഥ വെച്ചാണ് ഇപ്പോഴും ഇതിനകത്ത് പിടിച്ചു വെച്ചേക്കുന്നത്. ഈ വല്ലാത്ത ഒരു ദുരന്തം തന്നെ. അഭിരാമി വരുന്നുണ്ട്, അതാ തൈലം തൂറിത്താത്തയുടെ വൈഫായിട്ട് വരുന്നുണ്ട്. ഇടയ്ക്ക് പുള്ളിക്കാരിയുടെ ഓർമ്മയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഓർമ്മ പോകുന്നതിന് മുമ്പ് പുള്ളിക്കാരനായിട്ട് ഇങ്ങനെ എന്ത് പറയുന്നത്, ഇത് പുറമെ പോകുന്നുണ്ട്, ഓർമ്മ വരയ്ക്കാൻ വേണ്ടി പുറമെ പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കാണിച്ചു വെച്ചേക്കുന്നത്. ഇത് സീരിയസ് സീനൊക്കെ കണ്ടിട്ട് ഞാനിരുന്ന് ചില സീനിലൊക്കെ കണ്ടിട്ട് ഇതെന്തോ ഇവർ കാണിക്കുന്നേ തോന്നിപ്പോയി. പിന്നെ ഇതിനകത്ത് നാസർ വരുന്നുണ്ട്. ഇവരൊക്കെ ഒരു ഗ്യാങ്ങാണ്. തങ്ങെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ ഒരു തട്ടിക്കൂട്ടുന്നുണ്ട്. തങ്ങാണ് കാണിച്ചു വെച്ചേക്കുന്നത്, എന്തൊക്കെ തട്ടിക്കൂട്ടുന്നുണ്ട്. പിന്നെ സിംബു ആണെങ്കിൽ ലുക്കൊക്കെ കുഴപ്പമില്ല, കൊള്ളായൊക്കെ ചെയ്യാം. പക്ഷേ കാര്യമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ചുമ്മാതെ ഒരു പടം. പിന്നെ തൃശ്ശയുണ്ട്, എവിടുന്നൊക്കെയോ പോയ തൃശ്ശയെ പിടിച്ചോണ്ട് വന്ന് ഇതിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് എനിക്കും അറിയത്തില്ല. എനിക്ക് തോന്നുന്നു കമൽഹാസന് 2-3 വട്ടം കെട്ടിപ്പിടിക്കുന്ന സീനൊക്കെ ഉണ്ട്. മിക്കവാറും അതിനായിരിക്കും കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ ജോജു ജോർജ് ഉണ്ട്. ജോജു ജോർജിനെ കൊണ്ടും കാര്യമൊന്നുമില്ല. ജോജു ജോർജിനെ എനിക്ക് തോന്നുന്നു ഇതേപോലെ ഒരേ ലൊക്കേഷനിലോട്ടെങ്ങാനും പോകുന്ന വണ്ടി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവർ ഇതിലെ കൂടെ ജോജു ജോർജ് വേറൊരു സിനിമയുടെ ലൊക്കേഷനിലോട്ട് പോയപ്പം ഇവർ ലിഫ്റ്റ് അടിച്ച് പോയതാണെന്ന് തോന്നുന്നു. അപ്പം മണിരത്നം വിചാരിച്ച് കാണും അപ്പം വണ്ടിക്കകത്ത് പോവല്ലയോ, ഇത് ഒരു സീനൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ക്യാമറ വെച്ച് എന്തൊക്കെയോ ഡയലോഗ് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ജോജു ജോർജിൻ്റെ പരിപാടി കഴിഞ്ഞത് കഴിയുന്നുണ്ട്. കൊല്ലാൻ വേണ്ടി ഒരു സീൻ ഐശ്വര്യലക്ഷ്മിയെ ഇതിനകത്ത് തുടക്കത്തിലെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. ഒരു 2 ഫാമിലിയാണ്. ഫാമിലി രണ്ടുപേരും പിരിഞ്ഞു പോകുന്നുണ്ട്. ഈ ഫാമിലിയുടെ അവസാനം ഇവർ രണ്ടുപേരെ ആക്കണം. അതായത് സിംബുവിനെ ഇവരെ ഒന്നാക്കണം. 94 നടന്ന കഥയാണ്, പിന്നെ 2025 നടക്കുന്ന കഥയായിട്ടാണ് ഇതിനകത്ത് ബ്ലെൻഡ് ചെയ്ത് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഐശ്വര്യലക്ഷ്മിക്ക് ഈ സിംബുവിനും തമ്മിൽ അറിയത്തില്ല, ഇവർ തമ്മിൽ ചേട്ടനും അനിയനും വന്നു. അവസാനം ഇവർ തമ്മിൽ അറിയുന്നുണ്ട്. എന്നിട്ട് കിടന്ന് ലക്ഷ്മി എന്തിനു ഈ പടത്തിൽ പോയി അഭിനയിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതുപോലെയുള്ള അപരാധം പടത്തിൽ പോയി അഭിനയിക്കാതിരിക്കും. നിങ്ങൾക്ക് നല്ലൊരു ആക്ട്രസ് ആണ്, പക്ഷേ ഇതേപോലെ ഒരു അപരാധത്തിൽ പോയി നിങ്ങളുടെ ഉള്ള വില കൊണ്ട് കളയാതിരിക്കുന്നതായിരിക്കും നല്ലത്. അവസാനം കൊണ്ടുപോയി കരയാൻ വേണ്ടി അവർ ഇവിടുന്ന് വിളിച്ചോണ്ട് പോയെന്ന് തോന്നുന്നു. കരയാൻ വേണ്ടി ഒരു ആക്ട്രസ് അവിടെ പോയിരുന്ന് ഇങ്ങനെ ഇടന്ന് കരയുമ്പം എനിക്ക് സത്യം എനിക്ക് ഈ ഇമോഷനിലാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്കത് കണ്ടിട്ട് എനിക്ക് ചിരിയ വന്നത്. അപ്പോൾ ടോട്ടലി ഇപ്പം നമ്മൾക്ക് ഈ പരിപാടിയൊക്കെ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതായത് പുള്ളിയുടെ സെയിം പാറ്റേൺ തന്നെയാണ് പുള്ളി പിടിച്ചേക്കുന്നത്. ഒരു മാറ്റമില്ല. ഒരു സീനും. പിന്നെ AR റഹ്മാൻ മ്യൂസിക്, ഈ മണിരത്നത്തിൻ്റെ പടം തൊട്ട് എന്ന് വെച്ചാൽ ആദ്യത്തെ പടം തൊട്ട് പുള്ളി കൊടുക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ മ്യൂസിക് AR റഹ്മാനാണ്. ഇതിനകത്തും പുള്ളിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുള്ളിയുടെയൊക്കെ ചില സ്കോറൊക്കെ കേൾക്കുവാണെങ്കിൽ നമ്മുടെ എല്ലാ പള്ളി പെരുന്നാളിനകത്ത്
ബാൻഡ് ഉണ്ടല്ലോ, ബാൻഡ് മേളം, ആ ഒരു രീതിയാണ് എനിക്ക് തോന്നിയത്. ടിൻറ്റിട്ട് ടിൻറ്റിട്ട് ടിൻ ടിൻറ്റിട്ട് ടിൻറ്റിട്ട് ബാൻഡ് മേളം ഉണ്ടല്ലോ, ആ പരിപാടിയാണ് ഇതിനകത്ത് എ റഹ്മാൻ കൊടുത്തേക്കുന്ന മ്യൂസിക്. ടോട്ടലി കണ്ട് മൊത്തത്തിൽ കണ്ട് ഫസ്റ്റ് ഹാഫിൻ്റെ ഇത് പറയുവാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഫസ്റ്റ് ഹാഫ് തീരെ പിന്നെ സെക്കൻഡ് ഹാഫും കൂടെ സഹിക്കണമെന്ന് വിചാരിച്ച് സെക്കൻഡ് ഹാഫ് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിലും ഫസ്റ്റ് ഹാഫിനെക്കാട്ടിലും അപരാധം സെക്കൻഡ് ഹാഫ്. അതായത് തൈലം തൂറി താത്തയുടെ ആ ഒരു സാധനം തന്നെ, തൈലം തൂറി താത്തയുടെ ആ പരിപാടിയാണ് ഇന്ത്യൻ ടൂവിനകത്ത്. അങ്ങനെ മൊത്തത്തിൽ ഒരു ഇന്ത്യൻ ടൂവിൻ്റെ ഒരു മൂന്നാമത്തെ പാർട്ട് കണ്ട ഒരു ഫീലിംഗ് ആണ് എനിക്ക് ഈ ഒരു പടം കൊണ്ട് തോന്നിയത്. എനിക്ക് പോകണ്ടെന്ന് തോന്നി, ഇപ്പം തോന്നുന്നു ഈ പടത്തിന് പോകണ്ടായിരുന്നെന്ന് തോന്നി. അത്രയ്ക്കും മോശം പടം. മണിരത്നത്തിൻ്റെ ഒരു ഊമ്പാ വാ യാമ്പേ യാമ്പേ ആ ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നത്.